ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിഷോ, ഇത് റൂബി. ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വപ്നമാണ് ത്വകാരി. ത്വകാരി എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം കലാകാരന്മാരെ കൈപിടിച്ചുയർത്തുകയും അവരുടെ ജീവിത നിലവാരം, അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതും എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ ആദ്യത്തെ ഒരു പടിയായിട്ടാണ് ഞങ്ങൾ ഇന്ന് നല്ലൂർ UP സ്കൂളിൽ, അതായത് പെരുമുഖം രാമനാട്ടുകരയ്ക്ക് അടുത്തുള്ള പെരുമുഖം എന്ന സ്ഥലത്ത് സ്കൂളിൽ എത്തി നിൽക്കുന്നത്. ത്വകാരി എന്ന തുവരപ്പരിപ്പ് എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ ജീവിതത്തിൽ തുവരപ്പരിപ്പിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനിടയിൽ തുവരപ്പരിപ്പിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം അതുപോലെയാണ് കല എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ കലയ്ക്ക് അത്രമാത്രം ഒരു പ്രാധാന്യമുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ കൺവേ ചെയ്യാനും അത് സംവദിക്കാൻ, മറ്റുള്ളവരോട് സംവദിക്കാനും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കലയാണ്, അല്ലെങ്കിൽ ആർട്ടിലൂടെയാണ്. വ്യത്യസ്ത കലകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത്തവണ നമ്മുടെ കൂടെ ഒരു കുറച്ച് കൂട്ടുകാരുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു സ്കൂളിൻ്റെ ഭിത്തികൾ മനോഹരമാക്കുകയാണ്. അപ്പം ഈ യാത്രയിൽ ഞങ്ങളോട് എല്ലാവരും സഹകരണങ്ങളും സപ്പോർട്ടും എല്ലാവരും ഉണ്ടാവണം. ത്വകാരിയുടെ യാത്രയുടെ തുടക്കം മുതൽ ഞാൻ കൂടെയുണ്ട്. ഇവിടെ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് എഡ്യൂക്കേഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കളികൾ, അതുപോലെ തന്നെ പ്രകൃതി. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഒരു തീമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ വളർന്നു വരുന്നത് തൊട്ടേ പ്രകൃതിയോടും കളികളോടും ഒക്കെ ഇണങ്ങി ജീവിക്കണം എന്നൊരു ആശയമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ത്വകാരിയുടെ വർക്കിന്റെ ഭാഗമായിട്ട് പെരുമുഖത്തുള്ള നല്ലൊരു PIP സ്കൂളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ കോഴിക്കോടിന്റെ ചരിത്രവും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഡ്രോയിങ്ങാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്വകാരിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ആർട്ട് എന്ന് പറയുന്നത് അതൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ കാണുന്ന ഒരു ആർട്ട് വർക്കിന്റെ സ്റ്റൈലിന് ഒന്ന് മാറ്റി പിടിച്ച് ഒരു വ്യത്യസ്തത എങ്ങനെ കൊണ്ടുവരാം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റും ആ ഒരു പെയിന്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു മോഡേൺ ആർട്ട്. ശരിക്കും അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന ഒരു സ്റ്റൈല്, അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്സ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ടേ ഉള്ളൊരു ആഗ്രഹമാണ് സ്കൂളിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. അതിനെനിക്ക് സാധിച്ചത് ത്വകാരിയിലൂടെയാണ്. അതിനൊരു അവസരം കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്.